ഹലോ, നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്നായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇരുട്ടിയൊക്കെ എത്തിയപ്പം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതൊരു കാര്യം ചെയ്ത് നിങ്ങൾ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോട്, ഞാൻ ബസ്സിന് കണ്ണൂരിൽ നിന്ന് വടകരയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങ് മട്ടന്നൂർ എത്തിയപ്പോഴാണ് മനസ്സിലായി മഴയാകെ ഇരുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മട്ടന്നൂർ നമ്മൾ വണ്ടിയൊക്കെ മറിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആൾ നമ്മൾ കണ്ണൂരാക്കി, ആൾ ബസ്സിന് പോയി. എന്താണെന്ന് വെച്ചാൽ പിന്നെ പോകുമ്പോൾ നമ്മൾക്ക് വണ്ടി എടുത്ത് അങ്ങ് പോയാൽ മതിയല്ലോ, ആൾ കൂട്ടാനൊന്നും വരേണ്ട ആവശ്യം വരില്ല. പിന്നെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ആദ്യം പോയി കാണേണ്ട ഒരാളുണ്ട് കേട്ടോ, നമ്മളെ ഗുണ്ടൂർ. അവനെ കാണാതെ ഉള്ളിൽ കയറി അവന് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അവനെയൊക്കെ കണ്ട് പിന്നെ ഉള്ളിൽ കയറി നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് ഫുള്ള് കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നായിരുന്നു കേട്ടോ. ഫുള്ള് നാട്ടു വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പുക്കാണെങ്കിൽ ആദ്യം പണ്ടത്തെ കാറൊക്കെ ഇട്ട് കൊടുത്ത് അവൻ അതിനെ കൊണ്ട് കളിക്കുന്നായിരുന്നു. പിറ്റേന്നാണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് പുറത്ത്. പക്ഷേ എന്നാലും നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ലേറ്റായിട്ടാണ് കിടക്കുന്നത്. പിറ്റേന്നായപ്പോൾ അപ്പൂനെ വേഗം റെഡിയാക്കി ഇറക്കി. അത് കഴിഞ്ഞ് ആദ്യം വേഗം റെഡിയായി. അതുകൊണ്ട് ആദ്യം അവനെ നോക്കുന്നായിരുന്നു. അവൻ ഫുൾ കളിക്കുന്ന തിരക്കിലാണ്. നമ്മളെ വീട്ടിലാണെങ്കിൽ ഫുൾ ചെടികളാണ്. എൻ്റെ അമ്മക്കും ഏച്ചിക്കും ഭയങ്കര വീക്ക്നെസ്സാണ് ഗാർഡനിങ്. അപ്പോൾ അവർക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഫുൾ ചെടികളെ വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. ആദ്യമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ നടുക്ക് അപ്പു കുരുത്തക്കേട് കളിക്കുന്നത് നോക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കൊറിയറൊക്കെ വന്ന് അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂരേക്ക് വിട്ടു. അവിടുന്ന് നമ്മൾ നേരെ കല്യാണിൽ പോയി. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ണൂരിൽ തുടങ്ങി. അവിടെ പോകാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് നാച്ചുറൽസിന്. അപ്പോൾ ഇപ്രാവശ്യം പോയി അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ട്.